Hello everyone, welcome to next section of C programming. This video gives a brief introduction to control flow statement. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ സ്കാനഫ്. Scanf is a statement. Printf is a statement. C equal to A plus B. It is a statement. So an instruction is called as a statement. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിലാണ് നമുക്ക് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഡിവൈഡ് ചെയ്യാം. ഇപ്പം നമ്മൾ എക്സിക്യൂഷൻ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ ഏത് ബേസിലാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കാനഫ് പെർസെൻറ്റേജ് ഡി ആംബ്രസൻറ്റ് എ ആംബ്രസൻറ്റ് ബി C equal to A plus B. Here first execute scanf statement, then C equal to A plus B. It executes sequentially. Sequentially ഒരു ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചില സമയത്ത് നമുക്ക് സീക്വൻഷ്യലി അല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. ഈ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. അപ്പോൾ ഇതിൽ സെലക്ഷൻ സ്റ്റേപ്പിൽ ഫസ്റ്റ് വണ്ണാണ് സിംപിളിഫ്. സിംപിളിഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല. അങ്ങനെ ഫോൾസ് ആണെങ്കിലും എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇഫേൾസ്. ഇഫേൾസിൻ്റെ ഉള്ളിൽ ട്രൂ ആണെങ്കിൽ ഇഫ്, ഫോൾസ് ആണെങ്കിൽ എൽസ് കേസിലുള്ള പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഈ ചില സമയത്തേക്ക് ഒരു കണ്ടീഷൻ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറെ ഇഫ്, അല്ലെങ്കിൽ ഒരു എൽസ് കേസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് കേസ്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നെസ്റ്റഡ് ഇഫ്. നെക്സ്റ്റ് വണ്ണാണ് സ്വിച്ച്. സ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ തരും. ആ കണ്ടീഷൻ മാച്ച് ആവണ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് നമ്മുടെ ടേർണറി ഓപ്പറേറ്റർ, ക്വസ്റ്റ്യൻ മാർക്ക്, കോളം. അപ്പോൾ ഈ ഓരോ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ്ലി ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ്ലി ചെയ്യില്ല. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത്രമാത്രമേ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുള്ളൂ. സെലക്റ്റാണ് ചെയ്യണത്. ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യണം. ലൂപ്പിംഗ് മീൻസ് ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ലൂപ്പിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിപ്പീറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയണത് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. ആ കണ്ടീഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മുടെ ഈ എക്സിക്യൂഷനും സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് വണ്ണാണ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പേരിൽ തന്നെ ഇരിക്കേണ്ട ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് പോവാം. അതായത് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നനുസരിച്ചിട്ടോ നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് കളയാം, ജമ്പ് ചെയ്ത് കളയാം. ഒരു സ്ഥലത്ത് നിന്ന് ജമ്പ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് എക്സിക്യൂഷൻ പോവാം. അതിന് പറയുന്നതാണ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്നെണ്ണം ഉണ്ട്: ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. അപ്പോൾ ഈ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഓരോ സെക്ഷനിലായിട്ട് പഠിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഇൻസ്ട്രക്ഷൻ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സീക്വൻഷ്യൽ ആൻഡ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സീക്വൻഷ്യൽ മീൻസ് സീക്വൻഷ്യലാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രിൻ്റ് എഫും കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സി എന്ന് പറയുന്നത് പ്രിൻ്റ് എഫ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാദ്യം എക്സിക്യൂട്ട് ചെയ്യും, സ്കാൻഎഫ് റീഡ് ചെയ്യും, പിന്നെ സി = A+B, പിന്നെ പ്രിൻ്റ് എഫ്. ഇതൊരു ഓർഡറിലാണ് പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ഓർഡറിലാണ് സീക്വൻഷ്യലി പോകുന്നത്. പക്ഷേ കൺട്രോൾ ഫ്ലോ അങ്ങനെയല്ല, ഓർഡറിലല്ല പോകാൻ നിൽക്കുന്നത്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് വേറെ രീതിയിലേക്ക് റാൻഡമിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.